ഏതാണ്ട് 70 ദിവസത്തെ പശ്ചിമേഷ്യൻ യുദ്ധം അത് ഇങ്ങനെ തുടരുമ്പോൾ ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമൊക്കെ നോക്കുമ്പോൾ അവർ മാനസികമായി തകർന്നു പോകേണ്ടവരാണ്, തളർന്നു പോകേണ്ടവരാണ്. എന്നാൽ മറുവശത്ത് ആക്രമിച്ചവരാണ് ഭയന്നതും തിരിച്ചോടിയതും അവരെ പുറത്താക്കിയതും പിന്നീട് കൂട്ടത്തിലുള്ളവരെ തന്നെ കൊന്നതും ഒക്കെ സംഭവിച്ചത്. ഇവിടെ ഈ ഗസയിലെ ജനങ്ങൾ ലോകത്തുള്ള വിശ്വാസികളായ മനുഷ്യരോട് വിളിച്ചു പറയുന്ന ചില ഉജ്ജ്വലമായ നിമിഷങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു കുത്തുബ പ്രസംഗം നടത്തിയ ഒരു പണ്ഡിതൻ ചെയ്ത പ്രസംഗം എനിക്കൊരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായി. സത്യത്തിൽ അത്രമേൽ സത്യമാണ് അദ്ദേഹം ആ പ്രഭാഷണത്തിലൂടെ പറഞ്ഞത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഗസയിലെ ജനങ്ങൾ പോരാട്ടത്തിലാണ്. അവർക്ക് വേണ്ടത് വെറും 2 കാര്യം മാത്രമാണ്. ഒന്ന്, അവരെ സ്വസ്ഥമായി അവരുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ അനുവദിക്കണം. 2, ദിനം പ്രതി അവരുടെ മേൽ അക്രമങ്ങളും കൊലകളും കൊള്ളിവയ്പ്പും അതുകൂടാതെ പിടിച്ചെടുക്കലും അവരെ തടവിലാക്കലും തടങ്കലിലാക്കലും പാടില്ല. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ പൊരുതുന്നത്. ആ പൊരുതുന്ന മനുഷ്യർ അവർക്ക് കൈമുതലായിട്ടുള്ളത് അചഞ്ചലമായ അവരുടെ വിശ്വാസവും ആ മണ്ണിനോട് തലമുറകളായി ചേർക്കപ്പെട്ട പോരാട്ട വീര്യത്തിൻ്റെ ജനിതക ഘടനയെ ഉൾപ്പെടെ സ്വാധീനിച്ച ഒരു മനസ്സുമാണ്. ആ ചരിത്രത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറയുമ്പോഴും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും അവർ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ ഒരു പ്രഭാഷണത്തിൽ പങ്കുവെക്കുകയായിരുന്നു കുത്തുബ പ്രസംഗത്തിൽ ഒരു പണ്ഡിതൻ. അദ്ദേഹം എവിടെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഭംഗിയായി അദ്ദേഹം അത് പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ഈ യുദ്ധത്തെ നോക്കിയിരിക്കുന്നു, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ ആശങ്കപ്പെടുന്നു, ദേഷ്യപ്പെടുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഗസയിൽ ഇത് അനുഭവിക്കുന്ന ചില മനുഷ്യർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കൂട്ടർ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. സ്വന്തം കൂടപ്പിറപ്പുകൾ മരണപ്പെടുന്ന വേളയിൽ പോലും വെറുമൊരു 6 വയസ്സുകാരനായ കുഞ്ഞ് തൻ്റെ സഹോദരൻ്റെ അവസാന നിമിഷമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞ് ജീവൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുന്ന സഹോദരനോട് പറയുകയാണ്, നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആവർത്തിച്ചുച്ചരിക്ക്, നിൻ്റെ അവസാന നിമിഷമാണ്, നീ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇത് പറയുന്നത് സഹോദരനായ 6 വയസ്സുകാരനായ ഒരു കുഞ്ഞാണ്. ആ 6 വയസ്സുകാരനായ കുഞ്ഞിന് മരണപ്പെടുന്ന സഹോദരൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ചാഞ്ചല്യം വരാത്ത ഒരു ഈമാൻ, ഒരു ഉറച്ച വിശ്വാസം, അത് ആരാണ് അവനെ പഠിപ്പിച്ചത്? ആരാണ് അവൻ്റെ ഹൃദയത്തിൽ അത് നിറച്ചത്? അള്ളാഹു അവർക്കും ഈ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹം ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒറ്റപ്പെട്ട കുഞ്ഞിൻ്റെ കഥയല്ല. വിവിധങ്ങളായ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുപോലെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാനസികമായ അവസ്ഥകളും അതോടൊപ്പം തന്നെ അവരുടെ കൂടപ്പിറപ്പുകളും മാതാപിതാക്കളും ഒക്കെ മരണപ്പെടുന്ന നിമിഷങ്ങളിൽ പോലും അവർ ഈ പിറന്ന നാടിനോടുള്ള കൂറുകൊണ്ടും അചഞ്ചലമായ വിശ്വാസം കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവരാണ് ഒരു കൂട്ടർ. രണ്ടാമത്തേതായി ഉമ്മമാരാണ്. ഒരു ഉമ്മയ്ക്കും സഹിക്കാനാവില്ല ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മക്കൾ മരണപ്പെടുന്നത്. ഒരു ഉമ്മയ്ക്കും സഹിക്കാനാവുന്നതല്ല അവരുടെ ഓർമ്മകൾ അവശേഷിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർ മടങ്ങുന്നത്. മാതൃത്വമെന്നാൽ ആർദ്രതയാണ്, കരുണയാണ്, സമാനതകളില്ലാത്ത സ്നേഹമാണ്. ഒരുപക്ഷെ ഒരു ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടാൽ ആ ഉമ്മ മരിക്കുവോളം ആ ഉമ്മയുടെ ഹൃദയത്തിൽ ഒരിക്കലും ആ മകൻ്റെ ഓർമ്മകൾ മായുകയില്ല. എന്നാൽ ഇവിടെ സ്വന്തം കുഞ്ഞുങ്ങൾ, സ്വന്തം കുടുംബാംഗങ്ങൾ ഒക്കെ യാത്രയാകുമ്പോഴും ആ മക്കൾ മടങ്ങിപ്പോകുന്നത് പടച്ചവനിലേക്കാണ്, നാഥനിലേക്കാണ്. അവർ ശുഹദാക്കളുടെ കൂലിയാണ് ലഭിക്കുന്നത് എന്നുറച്ച വിശ്വാസത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിരവധിയായ ഉമ്മമാരെ നിങ്ങൾക്ക് ഗസയിൽ കാണാം. വ്യത്യസ്ത വാർത്താമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. ആ ഉമ്മമാർ നിറയ്ക്കുന്ന അചഞ്ചലമായ വിശ്വാസമാണ് ആ മക്കളിൽ അവസാന നിമിഷം പോലും നിറഞ്ഞു പൊന്തുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കെലിമത്തു തൗഹീദിൻ്റെ ഏറ്റവും ഉയർന്ന പ്രതിഫലനം നാവിലും ചുണ്ടിലും മുഖത്തുമൊക്കെ അവസാനവും കളിയാടുന്നത്. അദ്ദേഹം പറയുന്നു, ജസാക്കുമുല്ലാ ഖൈർ, അവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ എത്തിക്കട്ടെ എന്ന്.
മൂന്നാമതായി ഒരു കൂട്ടർ വൃദ്ധരായ മനുഷ്യരാണ്. വാർദ്ധക്യത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവർക്ക് താങ്ങും തണലുമേകേണ്ട മക്കളും ചെറുമക്കളും കുടുംബാംഗങ്ങളുമാണ് ഈ വംശഹത്യയുടെ ബോംബിങ്ങിൽ മണ്ണടിഞ്ഞു വീഴുന്നത്. കൂടെ കിടന്നുറങ്ങുന്നവർ രാവിലെ ഉണരുമെന്ന് നിശ്ചയമില്ല. ആ ഉറങ്ങുന്ന കെട്ടിടം നാളെ അവശേഷിക്കുമോ എന്ന് ഉറപ്പുമില്ല. സ്വന്തം മക്കളുടെ മൃതദേഹം പോലും കയ്യിലേന്തി ഒരേ സമയം വികാരത്തോടെ കരയുമ്പോഴും അതേസമയം തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ദറജയിൽ നിന്നുകൊണ്ട് അവർ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്നുറച്ചു പറയുന്ന മുതിർന്ന മനുഷ്യർ, ഭർത്താക്കന്മാർ, പിതാക്കന്മാർ, അവരും ലോകത്തിലെ വിശ്വാസികളോട് പറയുന്നത് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ തിളയ്ക്കുന്ന ജ്വാലകളുടെ കഥയാണ്. അതെ, അവർക്കുമുണ്ടാകട്ടെ നാഥൻ്റെ അനുഗ്രഹമെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ ഇത്തരമൊരു പോരാട്ടം, ഉറച്ച ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ പോരാട്ടം നടക്കുമ്പോൾ അതിനിടയിലും നമ്മുടെ നാട്ടിൽ അതിൻ്റെ അഖീദയും അതിൻ്റെ ശ്രീസവും അതിൻ്റെ മറ്റു പല തലങ്ങളുമൊക്കെ ചർച്ച ചെയ്ത് അഭിരമിച്ച് ആർത്തുല്ലസിച്ച് മൈക്കിൻ്റെ ഡയഫ്രം അടിച്ചു പൊട്ടിക്കുന്നവരെ കാണുമ്പോൾ എന്താ തോന്നുക? ഒന്നുമല്ലെങ്കിൽ ഇത്രമേൽ അക്രമമുണ്ടായിട്ടും അല്പം പോലും വിട്ടുവീഴ്ചയില്ലാത്ത വിധം ഈ ക്യാമ്പുകളിലും ദുരന്തഭൂമികളിലും ഇരുന്ന് ഖുർആൻ ഓതുന്നവർ, ദിക്ർ ചെല്ലുന്നവർ, ശരീരത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ടും അവിടെ ഇരുന്ന് പോരാടുന്നവർ, അതോടൊപ്പം അവിടുത്തെ ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, അതും അദ്ദേഹം പറയുന്നുണ്ട്. വേണമെങ്കിൽ ചെറിയൊരസുഖം വന്നാൽ പോലും ജോലിയിൽ നിന്ന് രാജിവെച്ചോടുന്നവരുടെ കാലത്ത് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ, ചുറ്റുപാടുകളിൽ വെടിയൊച്ചകൾ കേൾക്കുമ്പോൾ, ആകാശത്തുകൂടി ബോംബിംഗ് നടക്കുമ്പോഴും, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടും ശരീരത്തിന് അംഗവൈകല്യം വന്നിട്ടും പിന്നെയും നിശ്ചയദാർഢ്യത്തോടെ ഈ ദൗത്യം നിർവഹിക്കുന്നവർ നാഥൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചല്ലാതെ മറ്റെന്തിനാണ് അവർ പ്രവർത്തിക്കുന്നത്? ജീവിക്കുന്ന ദുനിയാവിനോടും സമ്പത്തിനോടുമാണ് ഇഷ്ടമെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ തുറന്ന റഫ അതിർത്തിയിലൂടെയോ മറ്റോ കടന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി സുഖകരമായി ജീവിക്കില്ലേ? അല്ലെങ്കിൽ രക്ഷപ്പെടൂല്ലേ? അല്ലെങ്കിൽ സുരക്ഷിതമായ താവളത്തിലെത്തൂല്ലേ? ഇല്ലെങ്കിൽ മറുകണ്ടം ചാടി അവരോടൊപ്പം ചേർന്ന് ഒറ്റുകാരാവില്ലേ? അങ്ങനെ ആകാത്തവരുടെ ഉറച്ച വിശ്വാസം ഗസ്സയുടെ പാടങ്ങളിലുണ്ട്. അത് നമുക്കന്യമാണ്. നമ്മളിന്ന് പ്രസംഗിക്കുകയും പ്രഭാഷണം നടത്തുകയും കൈപിടിച്ചു മുത്തുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഇതിലെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ബലിഷ്ഠമായ ഈമാൻ്റെയും വിശ്വാസത്തിൻ്റെയും എത്ര അകലത്താവും അവരെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. വളരെ ലളിതസുന്ദരമായ ഉത്തരം. ഖുതുബ പ്രസംഗത്തിൽ മനോഹരമായി അത് പറഞ്ഞ ആ വലിയ മനുഷ്യനും പടച്ചവൻ അനുഗ്രഹം ചെയ്യട്ടെ.